നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മാങ്ങ കൊണ്ട് ഒരു പുളിശ്ശേരിയാണ്. അപ്പം ഈ മാങ്ങയുടെ പേര് ചന്ദ്രഹാരം മാങ്ങ എന്നാണ്. വളരെ ചെറിയ മാങ്ങയായിരിക്കും ഇതിൽ കൂടുതൽ ഇത് വളരത്തില്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഈ പുളിശ്ശേരി വെക്കാനൊക്കെ ഉള്ള ഒരു മാങ്ങ കൂടിയാണിത്. ഈ മാങ്ങ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റായിരിക്കും. ചന്ദ്രഹാരം മാങ്ങ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ തൊലി എടുക്കൂല. ഈ തൊലി ഒന്ന് ഉരിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഉരിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ഇരിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇത് ഇരിഞ്ഞ് കളയാൻ പ്രയാസമൊന്നുമില്ല. നല്ലതുപോലെ പഴുത്തതായതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് വലിച്ചാൽ മതി, ഇതങ്ങ് പൊക്കോളും. തൊലി ഇങ്ങനെ ഇരിച്ചെടുത്താൽ മതി. നല്ലതുപോലെ പഴുത്ത മാങ്ങയായതാണ്. ചെറിയ മാങ്ങയും കൂടിയാണ്. അപ്പോൾ നമുക്കിത് കത്തി കൊണ്ട് ചെത്തിയാലൊന്നും അത് അത്ര കിട്ടില്ല. ഇങ്ങനെയാണ് ഇത് ഉരിഞ്ഞ് എടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മാങ്ങയെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം. ഇത് ചന്ദ്രഹാരം മാങ്ങയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാണ്. പഴുപ്പ് അല്പം കൂടിപ്പോയി, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഈ റെസിപ്പി കാണാൻ ശ്രമിക്കുക. നമുക്കിത് വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഒരു മൺചട്ടിയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് കൊടുക്കാം. മാങ്ങയെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാങ്ങ വേകാനുള്ള വെള്ളം. മാങ്ങയൊന്ന് നിരമ്പേ കിടക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. നെടുകെ കീറിയാണ് ഇടുന്നത്. 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി ഇട്ട് കൊടുക്കുന്ന ഉപ്പ്, കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ 1 സ്പൂൺ ശർക്കര പൊടിയാണിത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അരപ്പ് റെഡിയാക്കാനാണ് ജാറ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 1 മുറി തേങ്ങയാണ് ചിരകി എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ജീരകം, പിന്നെ ലേശം കുരുമുളക്, പിന്നെ ചുവന്നുള്ളി, വേപ്പില, മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമ്മൾ അരപ്പിന് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് അരച്ചുകൊണ്ട് വരാം. അരപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ അരിഞ്ഞ് കിട്ടണം. നല്ലതുപോലെ അരയ്ക്കണം. നല്ല വെണ്ണ പോലെ അരപ്പ് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കറി. അപ്പോൾ ഇതൊന്ന് മാങ്ങായുമായിട്ടൊന്ന് ചേരണം. ഈ അരപ്പ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് വയ്ക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ തിളച്ച് വരുന്ന സമയത്ത് വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടാകുക മാത്രമേ ചെയ്യാവുള്ളൂ. നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഉപ്പൂടെ നോക്കിയേക്കാം.
ഉപ്പ് ലേശം കുറവാണ്. ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് പോകും. നമ്മളിങ്ങനെ ചൂടാവുകയേ ചെയ്യാവുള്ളൂ. ആ തൈരൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം. ഒരുപാട് തിളയ്ക്കരുത്, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഉപ്പിട്ടതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വറവ് ശരിയാക്കാം. ശരിക്കുള്ള വറവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. ലേശം കടുക് ഇട്ട് കൊടുക്കാം. ഉലുവായും കടുകൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി, വറ്റൽമുളക്, വേപ്പില ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഉലുവായും കടുവും പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം. എല്ലാം ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതെല്ലാം ചേരുവകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ഇതെല്ലാം ഒഴിച്ചു കൊടുക്കാം. പുളിശ്ശേരി ഇപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വറവ് ഇട്ട് കൊടുക്കാം. നമ്മൾ വറവ് ശരിയാക്കുമ്പോൾ ഉലുവയായാലും കടുകായാലും നല്ലതുപോലെ മൂത്ത് പൊട്ടണം. ഉലുവ നല്ലതുപോലെ മൂത്ത് പൊട്ടിയില്ലെങ്കിൽ ഈ കറിയുടെ മുകളിൽ പൊങ്ങിക്കിടക്കുകയും ഭയങ്കര കയ്പ്പുമായിരിക്കും. നമ്മൾ കഴിക്കുമ്പോൾ പായലൊക്കെ ഉണ്ട് ഭയങ്കര കയ്പ്പായിരിക്കും. രണ്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നല്ലതുപോലെ മൂത്ത് പൊട്ടുന്നതാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. എല്ലാവരും വെച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റോട് കൂടിയാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുന്നത്. നമുക്കൊന്നുകൂടി ഉപ്പ് നോക്കാം. ആവശ്യത്തിനുള്ള മധുരവും ഉപ്പും എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റുമുണ്ട്. അടിപൊളി ടേസ്റ്റോട് കൂടിയാണ് നമുക്കിപ്പം മാമ്പഴ പുളിശ്ശേരി ഇവിടെ കിട്ടിയിരിക്കുന്നത്. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും. നിങ്ങളും ഇത് വെച്ച് നോക്കുക. റെസിപ്പികൾ ഉണ്ടെങ്കിൽ അയച്ചു തരിക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും. താങ്ക് യു.